അയാളെ അടിക്കാൻ, ഈ കറുത്ത തുണിയോ എടുത്ത് കാണിക്കുന്നവനെ അടിക്കാൻ വല്ല നിയമമുണ്ടോ? ഒരു നിയമവുമില്ല. ഈ കറുത്ത തുണി പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അംഗീകരിക്കുകയാണ്. അങ്ങനെ അംഗീകരിക്കുമ്പോൾ അത് കാണിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അത് കാണിക്കുന്നവന് അയാൾക്ക് വിഷമം വരണം, അയാൾ പോയി തീർന്നു. ഇത് വിഷമമൊന്നും വരും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ബ്രിട്ടീഷുകാർക്ക് വരെ സങ്കടം ഉണ്ടായി. ഇപ്പം മഹാത്മാഗാന്ധി സത്യാഗ്രഹം നടത്തിയാണ് യഥാർത്ഥത്തിൽ നിരാഹാര സത്യാഗ്രഹം നടത്തി. ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ ഇംഗ്ലീഷുകാർ യാതൊരു മനസ്സിലും ഇല്ലാത്തവന്മാരാണ്. ഇന്ത്യ മുഴുവൻ കട്ടുമുട്ടിച്ചവന്മാരാണ്. ഇവന്മാർക്ക് ഇത് ഇട്ടിട്ട് പോകേണ്ട ഒരു ഗതികേട് വന്നപ്പോൾ ഇട്ടിട്ട് പോയതാണ്. പക്ഷേ അതിൻ്റെ കൂടെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന അർത്ഥനഗ്നനായ ഫക്കീർ, അദ്ദേഹം നിരാഹാരം കിടന്നപ്പോൾ അദ്ദേഹം അവരുടെ മനസ്സ് വരെ അലിയുന്നു, ബ്രിട്ടീഷുകാരുടെ. പക്ഷേ ഇവിടെ ഇതെന്ത് കാണിച്ചാലും ഇവിടുത്തെ രാജാക്കന്മാരുടെ മനസ്സിലിയത്തില്ല. ഗുസ്തി താരങ്ങൾ അവിടെ ഡൽഹി കിടന്നു, നിരാഹാരം കിടന്നു. അത് എന്താ ഉണ്ടായേ? അവരെ റോഡ് തെരുവിലൂടെ ഒക്കെ വലിച്ചഴിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ യശസ് ഇന്ത്യക്ക് ഉണ്ടാക്കി തന്ന ആളുകളാണ്. അവരെ ട്രീറ്റ് ചെയ്ത വിധം നമ്മൾ കണ്ടതാണ്. അവരവരുടെ മാനത്തിന് വില പറയുന്ന ഒരുത്തനെ എതിരെ ആണ് അവർ സമരം ചെയ്തത്. പക്ഷേ എന്താ സംഭവിച്ചത്? ഗവൺമെൻറ് കുലുങ്ങുന്നുണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പം മിണ്ടുന്നുണ്ടോ അതിനെക്കുറിച്ച്? ഈ ബേട്ടിയൊക്കെ എവിടെ പോയി ഇപ്പോൾ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. നമ്മുടെ രാജാക്കന്മാരുടെ മനസ്സലിയത്തില്ല, വിദേശികളുടെ മനസ്സ് പിന്നെ അലിയും. അപ്പോൾ ഈ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ വിരൽ പിടിക്കേണ്ട ഒരു കാര്യമുള്ളതല്ല. പക്ഷെ അത് പിടിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ഉത്സാഹമാണ്, ഒന്നുകൂടെ കാണിക്കണം കേട്ടോ. അപ്പോൾ കരിങ്കൊടി കാണിക്കാൻ പോകുന്നു. അവരെ എടുത്തിട്ട് അടിക്കാനായിട്ട് പോലീസായിട്ടല്ല പോന്നേ. പോലീസുകാർ ഇവരെ പിടിച്ചങ്ങോട്ട് നിർത്തി കൊടുക്കും. ഇത് അടിക്കാൻ വരുന്ന ആരന്മാർ വേറെയാണ്. അത് ഈ DYFIക്കാരും SFIക്കാരും ഒക്കെയാണ്. അവരൊന്ന് അടിക്കും കേട്ടോ. ഇവർ റെഡിയാക്കി അങ്ങോട്ട് കൊടുക്കും. അവരൊന്ന് അടിച്ച് സൂപ്പാക്കി റെഡിയാക്കി അവനെ ചവിട്ടി കൂട്ടി റെഡിയാക്കിയിട്ട് അവനെ ആശുപത്രിയിലാക്കിയിട്ട് പോകും. യുവമരുന്ന് വാങ്ങിക്കാൻ പോകുന്നതാണ്. അല്ലാതെ ശരിയായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നവകേരള സദസ്സ് എന്ന് പറയുന്ന ഇതിനെതിരെ ഇത്രയും വലിയ ഇതൊക്കെ ഉണ്ടായി. ജനങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടോ? എതിര് പ്രതിപക്ഷത്തിനോടൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അതിനെ കുറ്റം പറയല്ല. യഥാർത്ഥത്തിൽ ജനങ്ങൾക്കൊന്നും ഇതിന് സമയമില്ല. അല്ലേ ജനരോഷം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബസ് റോഡിൽ കൂടെ ഓടുവോ? ഈ ബസ് റോഡിൻ്റെ എത്ര ഇവിടെ പട്ടാളം ഇറങ്ങിയാൽ ഓടാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഈ ബസ് എന്തുകൊണ്ട് തടഞ്ഞില്ല? ഇവർ ഈ വഴി നിന്ന് ഒരു 4 ചെറുക്കന്മാരെ പറഞ്ഞ് ഇങ്ങോട്ട് അയക്കും കേട്ടോ. എന്തിന്? ഈ കരികൊടി എന്തെങ്കിലും കറുത്ത തുണിയും കൊടുത്ത് അവന്മാരവിടെ പോയി അവന്മാരെ എടുത്തിട്ട് അടിച്ച് ചവിട്ടി കൂട്ടി നട്ടലൊടിക്കും. നഷ്ടം ആർക്കാണ്? അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ സ്വന്തക്കാർക്കുമാണ്. അല്ലാതെ വേറെ ആർക്കാണ് നഷ്ടമുള്ളത്? ഈ പറഞ്ഞയക്കുന്നവന്മാർക്ക് വല്ല നഷ്ടമുണ്ടോ ഈ കാര്യത്തിന്? ഇല്ല. ഇതാണ് കാര്യം. അപ്പം അവരോടൊപ്പം ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബസ് റോഡിൽ കൂടെ ഓടുവോ? ഈ ബസ് എന്തുകൊണ്ട് തടഞ്ഞു നിർത്തിയില്ല ഒരു ദിവസമെങ്കിലും? ഞാൻ തടയാൻ ആഹ്വാനം ചെയ്യല്ല, പക്ഷേ നിർത്തിയില്ലല്ലോ. അപ്പം ഓടി. അന്നേരം അതിനുള്ള ധൈര്യമില്ല, അതിനുള്ള ആളുകളില്ല, ആൾബലമില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്ത് കാണിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കരിങ്കൊടി പൊക്കെ കാണിക്കാൻ പോയി അടി കൊള്ളേണ്ട ഒരു കാര്യമില്ല. ആ DYFIക്കാർക്ക് അവരുടെ വ്യായാമം, ആരോഗ്യം മെച്ചപ്പെടുത്താൻ അവർ കുറേ നാളായിട്ട് പണിയില്ലാതിരിക്കുകയായിരുന്നു ഇവന്മാർക്ക്. ഈ SFIക്കാർക്കും DYFIക്കാർക്കും പണിയില്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് ഇവർ ഭരിക്കല്ലേ. ഇവർ ഭരിക്കുമ്പോൾ സമരം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. മറ്റേത് കോൺഗ്രസ് ഭരിക്കുകയായിരുന്നെങ്കിൽ DYFIക്കാർക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ എന്ത് കണ്ടാലും അവിടെ കത്തിക്കുക, എടുത്തെറിയുക, ഒഴിക്കുക, വണ്ടി എറിഞ്ഞു പൊളിക്കുക. ഇപ്പം ഈ കലാപരിപാടികളൊക്കെ നടത്തി ഇവരുടെ ശരീരം അനങ്ങിയിട്ട് ഒരുപാട് നാളായി അവന്മാർ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം കിട്ടിയത് ഇപ്പം യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ് പാവങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ഇത് പൊക്കി കാണിക്കാൻ പോകും. അവന്മാരെ ഇടിച്ച് നോക്കാനായിട്ട് യവന്മാർക്ക് വ്യായാമം, ശരിയായ ഒരു വ്യായാമത്തിനുള്ള ഒരു വേദി ഉണ്ടായി. ഈ വേദി ഒരുക്കി കൊടുക്കുന്ന ആരാണ്? പോലീസുകാരാണ്. പോലീസുകാർ വന്ന് യവന്മാരെ പിടിച്ചങ്ങോട്ട് നിർത്തി കൊടുക്കും. യവന്മാർ വന്ന് ഇടിക്കും. ഇതാണ് ചവിട്ടം. അതൊക്കെ നോക്കി അവന്മാരെ മോനെ മക്കളെ എന്നൊക്കെ വിളിച്ച് അവർക്ക് വേണ്ടത് പാലും മുട്ടയും ഒക്കെ വാങ്ങിച്ച് കൊടുക്കാനാണ്. അതാണ് പോലീസുകാരുടെ ജോലി. ഒരുത്തനെ നമ്മൾ കണ്ടല്ലോ, ആ ക്യാമ്പസിൽ ബഹളം ഉണ്ടാക്കിയ ഒരുത്തൻ SFI നേതാവാണ്. അവനെ പേർക്ക് മോനെ മക്കളെ വാ എന്നും വിളിച്ചാലേ പോലീസുകാരെ അവനെ ഓമനിച്ച് അവനെ തലോടി കൊണ്ടുവന്നേ. അവൻ പിന്നെയും ബഹളം ഉണ്ടാക്കുക. ഈ അച്ഛൻ മക്കളെ കൊണ്ടുവന്ന് കാണത്തില്ലേ ചിലപ്പോൾ കിടന്ന് റോഡിൽ കിടന്ന് കരയുന്നവനെ, അല്ലെ
നിലത്ത് കിടന്ന് ഉരുളുന്നവനെ അവനെ എടുത്തുകൊണ്ട് പോകുന്ന ഇതോടുകൂടി അതേ സ്നേഹത്തോടു കൂടിയാണ് ആ പോലീസുകാരൻ അവനൊക്കെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു മോനെ സംരക്ഷിക്കുന്നത് പോലെ SFI നേതാവിനെ സംരക്ഷിച്ച് കൊണ്ടുപോയി അവന് ഗുഡ് സർവീസ് എൻട്രി അല്ലാതെ എന്ത് കൊടുക്കണം?